അപ്പം നമ്മൾ സ്നാക്കൊക്കെ കഴിച്ച് അടിപൊളി വൈബായിരുന്നു ഈ സ്ഥലം. ബൈ ബൈ. നമ്മൾ സ്ഥലത്തിനോട് ബൈ പറഞ്ഞ് തിരിച്ചു പോവുക. നമ്മുടെ ഫോറസ്റ്റിലെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവർ അട ഉണ്ടാക്കിക്കൊണ്ടുവന്ന് എടന ഇലയില്ല, എടന ഇലയിൽ വെച്ചുണ്ടാക്കിയ അട, അത് കഴിച്ച് നമ്മൾ. നല്ലതായിരുന്നു. വെള്ളമൊക്കെ കുടിച്ച് നിങ്ങളെല്ലാവരും ഹായ് ഒക്കെ പറഞ്ഞോ. എൻ്റെ ഒരു കുട്ടി ചാനലാണ്. നല്ല രസം, വീട് പോലെ ഉണ്ട്. ഈറ്റ ചാഞ്ഞടക്കണതാ. നമ്മൾ ഇരുട്ടത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നു. ഇവിടെ ഡാം കാണാം. ഇനി മുമ്പ് വന്നൊരു കാട്ടുപോത്തിനെ കണ്ട്. കാട്ടുപോത്ത് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. കാട്ടുപോത്തും വന്നില്ല, ഒന്നും വന്നില്ല. ജ്യോതിയും വന്നില്ല, ഗീതിയും വന്നില്ല. പിന്നെ നമ്മുടെ അനക്കം കേട്ടിട്ടാണോ കാട്ടുപോത്ത് വരാത്തേ അറിയത്തില്ല. ഇവിടെ മല ഇതാത് നോക്കിയേ. ഇതവിടെ കൊങ്ങിണിപ്പൂ പോലെ ഉണ്ടല്ലേ. കുറ്റിയുണ്ട്. കാട്ടുപോത്ത് വരുന്നുണ്ട്. കാട്ടുപോത്തും വന്നില്ല, ഒന്നും വന്നില്ല. അങ്ങനെ നമ്മളൊരു കൊടും കാട്ടിക്കൂടെ പോയിക്കൊണ്ടിരിക്കുവോ. ഇവിടെ നിന്ന് ഡാമിൻ്റെ ഒക്കെ കാണാം. ഇവിടെ നിന്നൊക്കെയോ കിളികളുടെ നല്ല സൗണ്ടൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും കാണുന്നില്ല. വേഴാമ്പലിനെയും കണ്ടില്ല, ഒന്നും കണ്ടില്ല. അയ്യോ വലിയ മരങ്ങളാന്ന് നോക്കിയേ. അയ്യോ ഇതുണ്ടോ വലിയ മരങ്ങൾ. ഇവിടെ മുഴുവൻ ഈറ്റക്കാടാ. ഈ മരം എന്ത് വലുതാന്ന് നോക്കിയേ. അയ്യോ എന്താ കാട്ടുപൂവൊക്കെ നിൽക്കുന്നുണ്ട്. ഇതാണോ വലിയ മരം പറഞ്ഞ? എൻ്റെ അമ്മ. നല്ല വണ്ണം. ചുരുളി എന്ന് പറഞ്ഞ മരം അത്. അതാ ഇതില് തേനെടുക്കാന് ഇതടിച്ചാണ്. ഇതുണ്ടോ instead of hammer they are using this to make that thing, you know, holes in that to make that ladder. They are using this wooden hammer. ഇത് മോളയുടെ ഇതാട്ടോ. ഇത് ഒടിഞ്ഞു പോയതാണ്. അതിന്റെ ഒടിഞ്ഞു പോയതാട്ടത്. മോള കൊണ്ടുള്ള ഇറ്റ്സ് ലൈക്ക് ഷാർപ്പ് നെയിൽസ്. കുറിപ്പിച്ചിട്ട് അടിച്ചു കയറ്റി. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ അടിച്ചു കയറ്റിട്ട് അതുപോലെ ഈറ്റയുടെ വെച്ചിട്ട് കെട്ടറാണ്. നിക്കൂലേ? നിക്കും. ഇതിപ്പോ ഒരു കൊല്ലത്തിന് മേലെ ഉണ്ട് ആയി. ഇതെടുത്തിട്ടില്ല. ഈ തേനെടുത്ത് കഴിഞ്ഞിട്ടുള്ള ഇതാണ്. മുകളിലുണ്ടാവും, മരത്തിന് മുകളിലുണ്ടാവും. അവിടെ വരെ കയറും. ഇത് അടിന്ന് കാണാൻ കേട്ടോ. നേരത്തെ നമ്മൾ കണ്ടത് നല്ല ഭംഗി. നമ്മൾ കാട്ടിക്കൂടെ നടന്ന് തുറസായ സ്ഥലത്ത് തന്നെ. ഇപ്പം നമുക്ക് ഡാം ഫുള്ള് കാണാം. അതിൻ്റെ ഉള്ളിൽ മരം കിടക്കണം. ഒഴുകി ഇത്ര നീളമുള്ള മരം. ഈ ഫ്ലഡിലൊക്കെ ഒഴുകി വന്നായിരിക്കും.
വലിയൊരു മരം കിടക്കുന്നുണ്ട് ഇതിനകത്ത്. ഫ്ലഡിൽ ഒഴുകി വന്നായിരിക്കും. അതില് വേഴാമ്പലിന്റെ പൊത്തുണ്ട്. വേഴാമ്പലിന്റെ പൊത്തുണ്ട് അതിനകത്ത്. തടികള് ശരിക്കും മാറ്റും. നല്ല നല്ല തടികൾ ചാട്ടിന് കിട്ടും. വേറൊരു മരം വീണ് കിടക്കണം അതിനകത്ത്. അതിൻ്റെ കണ്ടിട്ട് തോണി പോലെ ഇരിക്കണം അതിൻ്റെ അറ്റം. പിന്നെ കാട് കയറി. കാട് ഇതിപ്പോ നടക്കണമെങ്കിൽ നമുക്ക് എന്തോരം വേണം നടക്കാം. കൊണ്ടുപോയാൽ ഇവര് അവിടെ നിർത്തും. ഇവിടെ നിന്ന് പുഴ കാണാം. നമ്മുടെ കാടും മലയൊക്കെ കണ്ട. നമ്മളങ്ങനെ നടന്ന് 6 കിലോമീറ്റർ ആയെന്നാണ് ഇവർ പറയുന്നത്. എൻ്റെ വാച്ചിൽ അത്ര ആയിട്ടില്ല, കാരണം ഞാൻ ഇടയിൽ പോസ് ചെയ്യാൻ ലേറ്റായി. അല്ല, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോറി. അതെ, അടിപൊളി വ്യൂ. അതേ ഒരു ചേട്ടൻ്റെ ഇവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. എല്ലാം കിട്ടിയോ എന്തോ. ഇവിടെ ഫ്രഷ് വാട്ടർ മീനൊക്കെ ഇവിടെ അവൈലബിൾ ആണെന്നാണ് പറയുന്നത്. ഇതേ നോക്കി, ഒരു പരുന്ത് പറക്കുന്നുണ്ട്. പൊട്ട് പോലെ കാണാം. ദേവന് പോയി. ഇതുണ്ടോ കാട്, ഒടുക്കത്തെ വൈബ്. ഇത് നമ്മുടെ ക്യാമ്പ് ഷെഡാണ്. നമ്മളിവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കും ഇനി, എന്നിട്ടാണ് പോണത് തിരിച്ച്. ഇതാണ് ക്യാമ്പ് ഷെഡ്. അവർ ഫ്രണ്ടിൽ കൂടെ വന്നാ ഞാൻ പുറകെ കൂടെ വന്ന്. ഇവിടെ ഒരു തടിയും പാലും ഉണ്ട് കണ്ട. അവർ വഴി കൂടെ പോയി, ഞാൻ ഇതിൽ കൂടെ കയറും. ഇനി ഷോട്ട് ഇവിടെയാണ് നമ്മള് ഫുഡ് കഴിക്കുന്ന സ്ഥലം. ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലം. ഉണ്ടോ, എന്തൊക്കെയാ കഴിക്കാനുള്ളതെന്ന് നോക്കട്ടെ. ഇതെന്താ? അച്ചാറ്, സാലഡ്, ചക്കത്തോരൻ. എൻ്റെ ഫേവറേറ്റ്. സാമ്പാർ. ഇത് ചോറ്, ചക്കത്തോരൻ. എൻ്റെ സ്പെഷ്യൽ ചക്കത്തോരൻ. ഇത്ര ഉള്ളോ? തീർന്നോ? ഉണ്ടോ? അല്ല, ഈ ചക്കത്തോരൻ കിട്ടിയില്ലെങ്കിലോ ഒന്ന് വിചാരിച്ച്. കൊള്ളാം. ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കണം. കണ്ട, ഫുള്ള് കാടിൻ്റെ നടുക്കിരുന്ന് ഫുഡ് കഴിക്കാം. ഇതാണ് നമ്മുടെ ക്യാമ്പ്. ഇവിടെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടല്ലോ, എന്തോ കാണാൻ മനസ്സിലാവണല്ലോ. എന്തെങ്കിലും ചോദിച്ചായിരുന്നോ? ആ, ഫുഡ് റെക്കോർഡ്സ്. എല്ലാരും ഹായ് പറഞ്ഞോ. കഴിച്ചോണ്ടിരിക്കണ ബുദ്ധിമുട്ടിച്ച് ക്ഷമിക്കണം. നിങ്ങളെവിടെന്നാ വന്ന? ആ ശരി, ഞാൻ പാലാരിവട്ടം. റെക്കോർഡ്സ്, FWT ഫുഡ്. ആ, താങ്ക് യു. എല്ലാരും വിശന്നിരിക്കണം. എല്ലാരും ഹായ് പറഞ്ഞോ. എല്ലാരും കാണിക്കാൻ പറ്റില്ല. പേര് പറയുന്നോ? രശ്മി.
എലിസബത്ത്, ബിന്ദു, ജഹാൻ. ജാൻ ഹെ തോ ജഹാൻ ഹെ. ഐ പേര് പറഞ്ഞോ? രമ്യ. for emergency call. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ അടിച്ച് നമ്മുടെ റിട്ടേൺ ട്രിപ്പ് പോകാൻ പോവാണ്. 1 മണി കഴിഞ്ഞ്. ഇത് കണ്ടോ, ഇതിൻ്റെ ചുറ്റും ട്രെഞ്ച് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതേ ആന കയറാതെയാണ് കേട്ടോ. കണ്ടോ സൈഡിൽ. ഇത് ആന കയറാതെ കേട്ടോ, ട്രഞ്ചാണ്. ഇതിന്റെ ചുറ്റും ആന കയറാതെ. ട്രഞ്ച് ട്രഞ്ച്. ഇതേ ആന കയറാതെ ഇവര് ട്രഞ്ച് കിട്ടിയേക്കണതാ. ഇങ്ങോട്ട് അതറിഞ്ഞൂടാ, അത് രാത്രി മാറ്റി വെക്കുമായിരിക്കും. ആന ആനയുടെ 4 കാലും കൂടെ അതിൽ എന്തായാലും കൊള്ളില്ല. ഒരു കാലി ഔട്ടി പോണ്ടി. ഇനി ഇങ്ങോട്ടാണ്, നമ്മൾ അങ്ങോട്ടാണ് നല്ലേ. ഇങ്ങോട്ടാ നല്ല വഴി. ഓക്കെ. അതെ, 3 കിലോമീറ്റർ നമ്മള് വേറെ വഴി. പിന്നെ നമ്മൾ ഇരുമ്പുപാലം എത്തും. ഇരുമ്പുപാലത്തിൽ പിന്നെ നമ്മള് സെയിം ആയിട്ട് പോകും. ഡിസ്റ്റൻസ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണല്ലേ? പോലെ എല്ലാരും ഉണ്ടല്ലോ അല്ലേ? എണ്ണിയോ? ഞാൻ ഇപ്പോഴും കൊണ്ടൊന്നും എണ്ണിയതാ. പണ്ട് പിള്ളേരെ കോളേജില് ടൂറും ഉണ്ടാവും. അമ്മച്ചിക്കാരായിട്ട് എണ്ണണ പോലെ. ഈ 6 കിലോമീറ്റർ കൂടെ തിരിച്ചിട്ട് വരേണ്ടിയല്ലോ. ഈ കാട്ടില് എന്തൊക്കെ മൃഗങ്ങളുണ്ട്? ഇവിടെ കടുവ, പുലി, കരടി. കടുവയും പുലിയൊക്കെ ഉണ്ടല്ലേ? കരടി ഉണ്ട്. നമ്മള് നേരത്തെ വരുന്നത് കൂടി തേനിന്റെ അതില് കരടി മാന്തിണ്ടായിരുന്നു കുറച്ച് 2 ദിവസം, ഒരാഴ്ച മുമ്പ്. ഏതാ മണ്ണിനകത്ത് ഉണ്ടായിരുന്ന, ഭിത്തിയിലുണ്ടായിരുന്ന? കരടികളോട് ഇവിടെ രാത്രി താമസിക്കാൻ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. കരടിയുടെ വലിയ ശല്യങ്ങളൊന്നുമില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അടുത്ത ദിവസം അതിന്റെ കാൽപ്പാടും ഉണ്ട്. പുലിയും ആനയും സ്ഥിരമായിട്ടുണ്ടാവും. പിന്നെ പോത്തും. കടുവയുടെയും ഒരു 2-3 എന്തായാലും ഈ ഭാഗത്തുണ്ട്. 2-3. എന്ത് കടുവ? വാച്ചർമാരിടക്ക് കാണാറുണ്ട്. കുറച്ച് കഴിയുമ്പോ ഇനി വരും. കുത്തണ്ട, അത് ചത്തു. കൊല്ലണ്ട. തേരട്ടല്ല അല്ലേ? ഹലോ. ലുക്സ് ലൈക്ക് എ സ്നെയിൽ ആക്ച്വലി. അട്ട ഉള്ളി, അട്ട. വണ്ട് ടൈപ്പാണ്. വണ്ട് ആണോ? ശിവര് അത് ചുരുണ്ട് കിടന്ന് ഉറങ്ങുക പാവം. അതിന്റെ സ്ലീപ്പിംഗ് ടൈമാ. നമ്മളെ വിളിച്ചെണീപ്പിച്ച്. ഉച്ചമയക്കത്തിലായിരുന്നു. മറ്റേത് നമുക്ക് ആടിന്റെ ഉള്ളിൽ കൂടെ പോകുന്നത് കല്ലിട്ട വഴി കൂടെ പോകുന്നു അല്ലേ? ഫുഡും കൂടി കഴിച്ചായിരുന്നേ. ആന ഈറ്റ ഓടിച്ചതാണ്.
നേരത്തെ നമ്മളൊരു മരത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഭദ്രാക്ഷം എന്ന് പറയുന്നത്, രുദ്രാക്ഷം പോലെ. അതിൻ്റെ ഒരു മരമാണിത്. അവിടെ നിന്ന് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, കാരണം അവിടെ ചെറിയ മരങ്ങൾ നോക്കി, ഇത് ഭയങ്കര വലിയ മരം ഉണ്ടോ, ഇത് ഫുള്ള മരം. കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. ലക്തായ ട്രൈബൽസ്. ഇവരാണ് ട്രൈബൽസ് പറഞ്ഞത്. ഇവര് നമ്മൾ നേരത്തെ കാണിച്ചേ തെല്ലി, ആ അതെടുക്കാൻ വേണ്ടി. ഓ ഓക്കെ ഓക്കെ. പറമ്പിക്കുളത്തിന്റെ ഇതിലേക്ക് വേണം. ആ ശരി, അവിടെ വരെ നടന്നു പോയപ്പോ നടന്നു. നമ്മളിപ്പോ പറഞ്ഞില്ല, ഒരു 7 കിലോമീറ്റർ. ആ 7 കിലോമീറ്റർ. ഓ, അപ്പൊ അതെടുത്തോണ്ട് വന്നിട്ട് എന്തെങ്കിലും പശ ഉണ്ടാക്കാനാ? ഒരു 10 കിലോമീറ്റർ പോയി നടക്കുന്നു ഇവിടുന്ന്. അത് കൊണ്ടുവന്ന ഇവർക്ക് ചെരുപ്പൊന്നുമില്ലല്ലോ. ചെരുപ്പിട്ടുണ്ടാവുള്ളി, ബെയർ ഫുട്ടാന്നോണ്ട് ചെരുപ്പുണ്ടെന്നുള്ളേ ഉണ്ട്. ഇവർക്ക് പിന്നെ ഇതിലൊക്കെ നടന്ന് നല്ല ശീലം. നമ്മളാരും അവരെ ബാക്കിൽ കണ്ടില്ലേ, മാറാത്തോട്ടാണ് പറഞ്ഞത്. അതെന്താണ് അതിനകത്ത് എന്താ ഉള്ള? എല്ലാ സാധനങ്ങളുണ്ട്. ഇത് വർക്ക് ചെയ്യാൻ അവര് ഉടുക്കണം മുണ്ടാണ് മാറ പോലെ ചെയ്യണം. ഓ, അവര് കുറച്ച് ബാക്കിലാ. അവര് പയ്യെ നടന്നു. വേഗം നടന്നെത്തില്ലടാ. എന്റെ പേടിയൊക്കെ മാറിയോ? ഇൻസ്റ്റാ 360. നല്ല ക്ലാരിറ്റിയാ. 4K. അത് വേറെ. ഇല്ല, ഇത് വേറെ. ഇതെന്താണ് ഈ വേര്? ഈ മരത്തിന്റെ വേരാണോ? അല്ല, അതൊരു വള്ളിച്ചെടി ആണോ? കാട്ടിന്റെ ഉള്ളിൽ പോയിരിക്കണ ചീവീടല്ലേ കരയണ? നല്ല ചീവീടിന്റെ സൗണ്ട്. കേട്ടോ, നല്ല സൗണ്ട് ഉണ്ട് ചീവീടിന്റെ. അങ്ങനെ നമ്മൾ നടന്ന് ഇത് മറ്റേ ഇതിന്റെ പൊത്തല്ലേ, വേഴാമ്പലിന്റെ പൊത്തല്ലേ ഇത്? ഇവിടെ ഒരു പൊത്തുണ്ട്, ഇത് വേഴാമ്പലിന്റെ പൊത്താന്ന് തോന്നുന്നു. കണ്ടോ, നമ്മൾ നടന്ന് തിരിച്ച് ഇരുമ്പുപാലത്തിലെത്തി. നമ്മൾ ഇതുവഴി നടന്നു പോയാണ് ക്യാമ്പിൽ ചെന്ന്. പിന്നെ നമ്മൾ തിരിച്ചു വന്നത് വേറെ റൂട്ടാണ്. വേറെ റൂട്ട് നടന്ന്, ദൂരമൊക്കെ സെയിം തന്നെ. അങ്ങനെ നമ്മൾ തിരിച്ച് ഇവിടെ ഇരുമ്പുപാലം എത്തിക്കുന്നത്. ഇവിടെ ഒരു ചുവന്ന വള്ളി നിൽക്കണം, എന്താണെന്ന് അറിയുന്നുണ്ടല്ലോ. നല്ല രസമുണ്ട് കാണാൻ.